ഈ 12 നാമങ്ങൾ 3 സന്ധികളിലും ജപിച്ചാൽ തടസ്സഭയം വേണ്ട, ആഗ്രഹം നടക്കും. ഏതൊക്കെയാണ് ഈ 12 നാമങ്ങൾ? അറിയണ്ടേ? വിഘ്നങ്ങൾ അകറ്റാൻ മാത്രമല്ല, കാര്യസിദ്ധിക്കും ആത്മാർത്ഥമായി ഗണപതി ഭഗവാനെ ഭജിച്ചാൽ മതി. ഗണപതി ഭഗവാനെ എല്ലാ ദിവസവും ശിരസ് കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിച്ചാൽ സകല ആഗ്രഹ പൂർത്തീകരണവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉറപ്പായും കരഗതമാകും. ശ്രീ നാരദ പുരാണത്തിലുള്ള ശ്രീ ഗണേശ ദ്വാദശ നാമസ്തോത്രമാണ് ഇതിന് എല്ലാ ദിവസവും 3 സന്ധികളിലും ഭക്തിവിശ്വാസപൂർവം മനസ്സും ശരീരവും ശുദ്ധമാക്കി ജപിക്കേണ്ടത്. സങ്കടനാശന ഗണപതി സ്തോത്രം എന്നും അറിയപ്പെടുന്ന ഈ കീർത്തനത്തിൽ ഗൗരീപുത്രനായ ഭക്തവത്സലനായ ഗണനായകനായ വിനായകനെ 12 നാമങ്ങൾ ക്രമാനുഗതമായി ചൊല്ലി ഭജിക്കുന്നു. ഗണപതി പ്രധാനമായ ചതുർത്ഥി വിശേഷിച്ച് കറുത്ത പക്ഷത്തിലെ സങ്കടഹര ചതുർത്ഥി, ഇനി വെള്ളിയാഴ്ചകളിൽ തുടങ്ങിയവ ഈ ജപാരംഭത്തിന് വളരെ ഉത്തമമാണ്. ഇനി ശ്രീ ഗണേശ ദ്വാദശ നാമസ്തോത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോക്കിക്കോളൂ. ഈ 12 ഭാവവും സങ്കല്പിച്ച് ആരാധിക്കണം, മറക്കരുത്. ആദ്യം ഭഗവാനെ വക്രതുണ്ടനായി, പിന്നെ ഏകദന്ത രൂപത്തിൽ, 3ാമത് കൃഷ്ണപിംഗാക്ഷനായി, 4ാമത് ഗജവക്ത്രനായി, 5ാമത് ലംബോദരനായി, 6ാമത് വികടനായി, 7ാമത് വിഘ്നരാജനായി, 8ാമത് ധൂമ്രവർണ്ണനായി, 9ാമതാണ് ഫാലചന്ദ്രനായിട്ട്, 10ാമത് വിനായകനായി, 11ാമത് ഗണപതിയായി, അവസാനം ഗജാനനായി സങ്കല്പിച്ച് ആരാധിക്കുക. കൃഷ്ണപിംഗാക്ഷൻ എന്നാൽ ആകർഷകമായ അഗ്നിവർണ്ണമായ കണ്ണുകൾ ഉള്ളവൻ എന്നുകൂടി അർത്ഥമുണ്ട്. ഇനി വിശ്വാസപൂർവം ധാർമ്മികമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ടാണ് സർവസിദ്ധികളും ലഭിക്കുന്നത്. ഈ 12 നാമങ്ങളെയും 3 സന്ധികളിലും ജപിക്കുന്ന ഭക്തർക്ക് യാതൊരു വിഘ്നഭയവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സർവസിദ്ധികളെയും പ്രാപിക്കുകയും ചെയ്യും. വിദ്യയെ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യയും ധനത്തെ ഇച്ഛിക്കുന്നവർക്ക് ധനവും, ഇനി പുത്രാർത്ഥിക്കാണെങ്കിൽ പുത്രന്മാരും, മോക്ഷാർത്ഥികൾക്ക് മുക്തിയും ലഭിക്കുന്നു. മുടങ്ങാതെ ജപിച്ചാൽ 6 മാസം കൊണ്ട് സർവസിദ്ധികളെയും പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാമങ്ങളെ എഴുതി 8 ബ്രാഹ്മണർക്ക് ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നവന് ഗണേശ പ്രസാദത്താൽ സർവ്വവിദ്യകളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്.